സനാതനധർമ്മത്തെക്കുറിച്ച് വിവാദം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എക്കാലവും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചും വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞും അവഗണിക്കേണ്ടവയെ അവഗണിച്ചും ഒക്കെ തന്നെ ശാസ്ത്രബോധത്തിലൂടെ അനുഷ്ഠാനക്രമ പാലനങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ളതും നിലനിന്നിട്ടുള്ളതുമാണ് സനാതനധർമ്മം. ആ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവർ പഠിച്ച് ആധികാരികമായി ശാസ്ത്രബോധത്തോടു കൂടിയാണെങ്കിൽ അതിനെ നമ്മൾ വിമർശനമായിട്ട് എടുക്കും. ഒരു വിവരമില്ലാതെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതിനെ വിമർശനമായിട്ട് നമ്മൾ എടുക്കില്ല. അത് അവരുടെ വിവരക്കേടെന്ന് മാത്രമേ എടുക്കൂ. ലോകം മുഴുവൻ ഇന്ന് സനാതനധർമ്മത്തെ അത്യാദരപൂർവ്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രതീക്ഷാനിർഭരമായ മനസ്സോടെ ലോകം മുഴുവൻ ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് സമൂഹവും വ്യക്തി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനം സനാതനധർമ്മ ശാസ്ത്രങ്ങളാണ് നൽകുന്നതെന്ന തിരിച്ചറിവോടുകൂടിയാണ് ഇന്ന് ലോകം മുന്നോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാവട്ടെ, അത് സ്വാഭാവികമാണ്, സഹജമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ധർമ്മം എന്നുള്ള സങ്കല്പത്തെ പോലും മറന്ന് തൻ്റെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടിനോട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽപ്പെട്ട വിധേയത്വത്തോട് മാത്രം കൂറു പുലർത്താൻ ധർമ്മവ്യവസ്ഥയെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായും അല്ലെങ്കിൽ അത്തരം മനുഷ്യത്വരഹിതമായ ചെയ്തികളുമായിട്ടൊക്കെ തുലനം ചെയ്യാനും ബന്ധപ്പെടുത്താനും ഒക്കെയുള്ള ചില ത്വരകൾ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടു. അതൊക്കെ അവഗണിക്കേണ്ടത് മാത്രമാണെന്നാണ് നമ്മുടെ അഭിപ്രായം. അതിനേക്കാൾ രസകരമായിട്ടുള്ളത് ഹൈന്ദവ ആചാര്യന്മാർ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ആചാര്യന്മാരെ സംബന്ധിച്ചും ഇന്ന് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ ആചാര്യനേ ആയിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? കാരണം ശ്രീനാരായണ ഗുരുദേവനെ ഒന്നിച്ച് ജീവിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയം അറിയാം. അദ്ദേഹം ശരീരത്യാഗം ചെയ്തതിന് ശേഷം, മഹാസമാധി പ്രാപിച്ചതിന് ശേഷം നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത് ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉടനീളം അനേക ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. അരുവിപ്പുറത്തുള്ള ശിവക്ഷേത്രം മുതൽ അവസാനത്തെ പ്രതിഷ്ഠയായിട്ട് പ്രണവപ്രതിഷ്ഠ വരെ, ഇതാണ് ഗുരുദേവൻ്റെ പ്രതിഷ്ഠകൾ. അത് മുഴുവൻ സനാതനധർമ്മത്തിൻ്റെ, വൈദിക ധർമ്മത്തിൻ്റെ മാത്രം ആരാധനാ സങ്കേതങ്ങളാണ്. അവിടുന്ന് ഗ്രന്ഥങ്ങൾ രചിച്ചു, ഒന്നാന്തരം വേദാന്ത ഗ്രന്ഥങ്ങൾ, ശിവരാജയോഗവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, ധാർമ്മിക ഗ്രന്ഥങ്ങൾ, ഉപാസനാ ഗ്രന്ഥങ്ങൾ, തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ഒരു കൃതി പോലും മറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ഗുരുദേവൻ്റെ ഉപദേശങ്ങൾ, ശിഷ്യപരമ്പര മുഴുവൻ സജീവമായി നിലനിൽക്കുന്നതാണ്. ഇതെല്ലാം വേദാന്ത ദർശനത്തിൻ്റെ സാരസർവസ്വമാണ് ഗുരുദേവനിലൂടെ ആശയങ്ങളായും അനുഷ്ഠാനമായും ലോകം കണ്ടിട്ടുള്ളത്. എന്നിരിക്കെ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ ആചാര്യനല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മറുപടി അർഹിക്കാത്ത അത്രയും ബാലിശമായ ഒരു പരാമർശം മാത്രമായിപ്പോയി. അത് വ്യക്തിയുടെ പരാമർശം എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിനാവാം. അത് മുഖ്യമന്ത്രി അല്ലല്ലോ പറഞ്ഞത്, ശ്രീ പിണറായി വിജയനാണല്ലോ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായിട്ട് വരേണ്ടതല്ലല്ലോ ആ വിഷയം, വ്യക്തിപരമാണ്. അത് അദ്ദേഹത്തിൻ്റെ ലാഘവത്തെ എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ അതിന് മുമ്പിലുള്ള ഒരു വരി, അതായത് പശുവിനെയും ബ്രാഹ്മണനെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വരി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിനെ വിമർശിക്കുന്നത്. അവിടെ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇവിടെ ഗോ ശബ്ദം, ബ്രാഹ്മണ ശബ്ദം, എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം? ഇത് സംസ്കൃതം പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാം. ഗോ ശബ്ദത്തിന് 1 വേദം, 2 രശ്മി, 3 ഭൂമി, 4 ജ്ഞാനം, 5 പശു. ഇങ്ങനെ പ്രധാനപ്പെട്ട്, ഇനി ഇന്ദ്രിയമെന്നും, ഇങ്ങനെ പ്രധാനപ്പെട്ട 6 അർത്ഥങ്ങളാണ് ഗോശബ്ദത്തിന് പ്രസിദ്ധങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇവയ്ക്കൊക്കെ സുഖം വേണം. ജ്ഞാനത്തിന്, വേദത്തിന്, ഭൂമിക്ക്, ഇന്ദ്രിയങ്ങൾക്ക്, പശുക്കൾക്ക് എല്ലാം സുഖം വേണം. എല്ലാത്തിനും സുഖം വേണം. ഇവയൊക്കെ സുഖമായിരുന്നാൽ മാത്രമേ ഒരു സമൂഹം സുഖമായിരിക്കൂ. ഇനി മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളർത്തമ്മയായി നമ്മുടെ കൂടെ ഏതൊരു കൊച്ചുകുട്ടിക്കും അമ്മയുടെ സ്തന്യം കഴിഞ്ഞാൽ പിന്നെ ആശ്രയിക്കാനുള്ളത് ഗോവിൻ്റെ പാലാണ്. ആ പാല് നമുക്ക് തന്ന് നമ്മുടെ വളർത്തമ്മയായിട്ട് ജീവിച്ചതും സമ്പൂർണ്ണമായി സമൂഹത്തിന് അങ്ങേയറ്റം ഗുണകരങ്ങളായ ഗവ്യങ്ങളെ മാത്രം പ്രദാനം ചെയ്യുന്നതുമായ പശുവിനെ
എക്കാലവും നമ്മൾ ആദരവോടു കൂടിയാണ് നോക്കി കണ്ടിട്ടുള്ളത്. ആ ഗോവിന് സുഖം ഉണ്ടാവട്ടെ. ഗോവിന് മാത്രമല്ല, ആണെങ്കിൽ ബഹുവചനം പറയേണ്ട ആവശ്യമില്ല, ദ്വിവചനം പറഞ്ഞാൽ മതി. ഗോവിനും ബ്രാഹ്മണനും സുഖം ഉണ്ടാവട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ സംസ്കൃതത്തിൽ ദ്വിവചനമാണ് വേണ്ടത്. ഗോ ബ്രാഹ്മണാഭ്യാം എന്നാണ് വേണ്ടത്. അങ്ങനെയല്ല, ഗോ ബ്രാഹ്മണേഭ്യ എന്നാണ്, ബഹുവചനാണ്. അപ്പോൾ സകല ഗോക്കൾക്കും സകല പശുക്കൾക്കും ബ്രാഹ്മണർക്കും സുഖം ഉണ്ടാവട്ടെ. ആരാ ബ്രാഹ്മണ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദജ്ഞനാണ്, പണ്ഡിതനാണ്, അറിവുള്ളവനാണ്. ബ്രഹ്മശബ്ദത്തിന് വേദം എന്നാണ് പ്രസിദ്ധമായ അർത്ഥം. തദ് അധീതേ തദ് വേദ എന്നുള്ള നിയമപ്രകാരം ആർക്ക് അധീനമാണോ ജ്ഞാനം, അങ്ങനെയുള്ള വിദ്വാൻമാരാണ് ബ്രാഹ്മണന്മാർ. ഇപ്പോൾ ക്ഷത്രിയന്മാർക്ക് സുഖം ഉണ്ടാവട്ടെ എന്ന് വേറൊരാൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം ക്ഷത്രിയൻ അറിയാൻ വാളെടുത്ത് സ്വയം രക്ഷപ്പെടാനും പ്രതിയോഗിയെ കൊല്ലാനും. ഇതുപോലെ വൈശ്യന് സുഖം ഉണ്ടാവട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം വൈശ്യൻ കച്ചവടം ചെയ്ത് സമ്പന്നത ആർജിച്ച് അവൻ സ്വയം രക്ഷപ്പെടാൻ സമർത്ഥനാണ്. ശൂദ്രന് സുഖം ഉണ്ടാവണമെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ശൂദ്രൻ സ്വയം അധ്വാനിച്ച് നല്ലപോലെ ജീവിക്കാൻ പ്രാപ്തനാണ്. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ വിദ്വാൻ പാഠനങ്ങൾക്ക് സ്വാധ്യായത്തിനും പ്രവചനത്തിനും മാത്രമായി ജീവിതം ഒഴിഞ്ഞു വെച്ച് നമ്മുടെ അറിവിൻ്റെ നിധിയെ വളർത്തുന്നവരാണ്. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണൂലിട്ടവൻ അർത്ഥമില്ല. എൻ്റെ അച്ഛൻ ബ്രാഹ്മണനാണ്, അമ്മ ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ഞാനും ബ്രാഹ്മണനാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് അറിവിൻ്റെ പ്രസരണം ചെയ്യുന്ന, അങ്ങനെയുള്ളവർക്ക് സുഖം വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് ഭാരത സമൂഹം. അറിവിനെ പ്രചരിപ്പിക്കുന്നവരാരാണോ, സംസ്കൃതിയെ വ്യാപിപ്പിക്കുന്നതാരാണോ, അവർക്ക് സുഖം വേണം എന്ന് പറയുന്നതിലൊരു അപകർഷതയും തോന്നേണ്ട ആവശ്യമില്ല. അവരേത് മതമാണ്, ഏത് ജാതിയാണ്, ഏത് നാട്ടിലുള്ളവരാണെന്ന് നോക്കിയിട്ടല്ല. ഈ സന്ദർഭത്തിൽ മാക്സ് മുള്ളറെ മഹർഷി എന്ന് അഭിസംബോധന ചെയ്ത വിവേകാനന്ദ സ്വാമികളെ ഓർമ്മിക്കുക. അദ്ദേഹം ജർമ്മനാണ്, യൂറോപ്യനാണ്, അദ്ദേഹം ഹിന്ദു അല്ല നോക്കിയിട്ടല്ല. അദ്ദേഹം അറിവിനെ പ്രസരിപ്പിക്കുന്ന ആളാണെന്ന് തനിക്ക് തോന്നിയതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ മഹർഷി എന്ന് സംബോധന ചെയ്തു. ആ ഒരു മഹിമയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്.